കൺവെൻഷൻ പ്രസംഗത്തിന് അപൂർവമായിട്ട് പോകാറുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യമുണ്ടായ അനുഭവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്. മറ്റൊന്നുമല്ല, ഞാനൊരു പുതിയ പ്രസംഗമൊക്കെ പഠിച്ചു. ഞങ്ങൾ അധ്യാപകരങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്യാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു ക്ലാസ് തയ്യാറാകാതെ കയ്യും വീശി പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ചിട്ടയായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയൊക്കെ ഒന്ന് തയ്യാറാക്കി പ്രസംഗിച്ച ഭാഗം വീണ്ടും പ്രസംഗിക്കുന്നതിന് നിർബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പുതിയ പ്രസംഗമൊക്കെ പഠിച്ച് ഞാൻ ഒരു പള്ളിയിൽ, ഈ ഭാഗത്ത് അടുത്തുള്ളൊരു പള്ളിയിലാണ് ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. ആദ്യത്തെ വിഷയം ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരല്പ സങ്കോചമുണ്ട്, പുതിയ വിഷയം അവതരിപ്പിക്കുമ്പോൾ. പ്രസംഗമൊക്കെ കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ അധ്യാപകന്, ഹൈസ്കൂൾ അധ്യാപകന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ മുഴുവൻ അസ്വസ്ഥനായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സ്കൂളിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ. ഞാനൊരു കാര്യം വിചാരിച്ചു, വേദപുസ്തകം ഒന്ന് തുറന്ന് വായിക്കാം. നമ്മളൊക്കെ അങ്ങനെ ചിലപ്പോൾ ഒരു ചെറിയ നമ്പർ നോക്കാറുണ്ടല്ലേ. യൂദായുടെ ഭാഗമൊന്നും വായിച്ച് കളയരുത്, അവൻ പോയി അല്ലേ എന്ന് പറയുന്ന ഭാഗമൊന്നും വായിക്കരുത്. ഏതായാലും ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു. അപ്പോൾ കിട്ടിയത് കടുകട്ടിയായ ഒരു വേദഭാഗമാണ്. പൗലോസ്ലീഹായുടെ റോമാലേഖനത്തിൽ നിന്ന് ഒരധ്യായമാണ് കിട്ടിയത്. അത് കൂടുതൽ അബദ്ധമായല്ലോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഞാൻ വായിച്ചു തീർത്തു. അതുകൊണ്ട് എനിക്ക് സമാധാനമൊന്നും കിട്ടിയില്ല. ഞാൻ അസ്വസ്ഥനായിട്ട് തന്നെ പള്ളിയിലേക്ക് വന്നു. ആരാ പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഏത് ഭാഗത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്നോ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഏത് ഭാഗം വായിച്ചിട്ട് മനസ്സിലാക്കാതെ മടക്കി വെച്ചോ, ദൈവം പ്രസംഗിപ്പിച്ചത് ആ അധ്യായത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വാട്ട് എ കോയിൻസിഡൻസ്. സാർ, എന്തൊരു യാദൃച്ഛികതയാണ്, എന്തൊരു കോയിൻസിഡൻസാണ്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഇത് യാദൃച്ഛികതയല്ല. ദൈവമക്കൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ കോയിൻസിഡൻസ് അല്ല, ഗോഡ് ഇൻസിഡൻസാണ്, ദൈവേച്ഛികമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവേച്ഛികമാണ്. നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നതും ദൈവം വിളിച്ചിട്ട് വന്നതാണ്. ഇതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവേച്ഛികമാണ്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ പരിശുദ്ധിയുടെ കേദാരമായിരിക്കുന്ന പരുമലയിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു വരാൻ സാധിച്ചത് ദൈവേച്ഛികമാണ്. യാദൃച്ഛികമായിട്ട്, ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് എന്നൊന്നും ശൈലിയിൽ പറഞ്ഞു കളയരുത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുകയാണ്. ആമുഖം അധികം വലിച്ചു നീട്ടാതെ മദ്ബഹാ ശുശ്രൂഷകർക്ക് പറ്റിയ ഒരു വിഷയം വേദപുസ്തകത്തിൽ ഞാൻ എടുക്കുന്നില്ല. ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗരസ്ത്യ ആരാധനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ ആരാധന ഒത്തിരി സവിശേഷതകളുള്ള. നിങ്ങൾ പറ്റുമെങ്കിൽ മറ്റ് സഭകളുടെ ആരാധനയിലൊന്ന് പങ്കെടുക്കണം. ഓർത്തഡോക്സ്, മലങ്കര ഓർത്തഡോക്സ് അല്ലാത്ത മറ്റ് സഭകളുടെ ആരാധനയിൽ പങ്കെടുക്കണം. കത്തോലിക്കരുടെ ആരാധനയിലും, മലങ്കര കത്തോലിക്കരുടേതും, മർത്തോമാ സഭയുടെ ആരാധനയിലും, പെന്തിക്കോസുകാരുടെയും പറ്റുമെങ്കിലൊക്കെ ഒന്ന് പങ്കെടുക്കുന്നത് നല്ലതാണ്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ആരാധനയാണ് മലങ്കര സഭയ്ക്കുള്ളത്. അത് അനുഭവത്തിൽ നിന്ന്, ബോധ്യങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഒരാശയമാണ്. ഈ ബോധ്യമെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ബോധ്യത്തിന് പറ്റിയൊരു വാക്ക് പറയാമോ ഇംഗ്ലീഷിൽ? നമ്മുടെ ഒരു മഹാപരിശുദ്ധൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബോധ്യം. എൻ്റെ ബോധ്യം അതാണ്, എൻ്റെ കൺവിക്ഷൻ അതാണ്, എൻ്റെ ബോധ്യം അതാണ്. നിങ്ങൾക്ക് പലതിനെക്കുറിച്ചും ബോധ്യമുണ്ടായിരിക്കും. എൻ്റെ ചില ബോധ്യങ്ങളുടെ കഥകളൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാം, കാരണം നിങ്ങൾ ബോറടിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിൽ പങ്കെടുക്കുമ്പോൾ മദ്ബഹാ ശുശ്രൂഷകരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാം. ഈ വിശുദ്ധ കുർബാനയിൽ വേദവായനയിൽ തെക്കുവശത്തും വടക്കുവശത്തും വായനയുണ്ട്. ശുശ്രൂഷക്കാർ, നിങ്ങളെപ്പോലെയുള്ള നല്ല ശുശ്രൂഷകന്മാരാണ് വായിക്കുന്നത്. തെക്കുവശത്ത്, വടക്കുവശത്ത് വായിക്കുന്നത് നിങ്ങൾക്കറിയാം, പൊതുലേഖനങ്ങളിൽ നിന്നും അല്ലേ, അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നും, പ്രാക്സിസിൽ നിന്നുമൊക്കെയാണ് വായിക്കുന്നത്. അതിൻ്റെ ആമുഖമായിട്ട് നിങ്ങൾ വായിക്കും ഹബീബായി ബാറയ്ക്കുമോർ അല്ലേ, തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥവും നിങ്ങൾക്കറിയാം. എന്താണ്? എൻ്റെ വാത്സല്യമുള്ളവർ, എല്ലാം നിങ്ങൾക്കറിയാം. എന്നാൽ തെക്കുവശത്ത് വായിക്കുമ്പോൾ, പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആഹായി എന്നാണ്. ഞാൻ ഓർക്കുന്നു, ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ പള്ളികളിൽ
ശുശ്രൂഷക്കാരാണ്, വായിക്കുമ്പോൾ ഒത്തിരി തെറ്റ് പറ്റും, പല അബദ്ധങ്ങളും പറ്റും അല്ലേ? 5-ാമത്തെ ഉപദേനിൽ ഇവരുടെ പെമ്പിള്ളാരെയും ഓർക്കണമെന്നൊക്കെ തമാശയായിട്ട് പറയുന്ന പിമ്പുള്ളവരെ എന്നാണ് അല്ലേ? നിങ്ങളാരും അങ്ങനെ വായിച്ച് കാണത്തില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ അത് മാറ്റി. പെമ്പിള്ളാരെ ഓർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അർത്ഥം അവിടെ വായിക്കേണ്ട ഭാഗം അതല്ല. ഇപ്പോൾ അത് മാറ്റിയിട്ട് ശേഷമുള്ളവരെ എന്നാക്കി. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വായിച്ച് അബദ്ധം പറ്റിയതുകൊണ്ടാണോ മാറ്റിയതെന്ന് എനിക്കറിയില്ല. ഏതായാലും ശേഷമുള്ളവരെ എന്നാക്കിയിട്ടുണ്ട് അല്ലേ? പൗലോസ്ലീഹ ആ തൊഴിയൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴില്ലേ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് എതിരായിട്ട് വിരുദ്ധമായിട്ട് എന്ന് മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പറ്റുന്ന ചിലർക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങളാണ്. ഏതായാലും ഇങ്ങനെ തെക്ക് വശത്തും വടക്ക് വശത്തും വായിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ചിന്തയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ ചില പള്ളികളിലൊക്കെ ഇത് വായിക്കുമ്പോൾ, ശുശ്രൂഷക്കാർ വായിക്കുമ്പോൾ ആഹായിക്ക് പകരം ഹബീബായി ആയിപ്പോവും അല്ലേ? ചില വല്യച്ഛന്മാർ വളരെ സ്പെസിഫിക്കാണ്. അവർ പറയും വടക്ക് വശത്ത് ഹബീബായി തന്നെ വായിക്കണം, അവനെ ശാസിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അച്ഛൻ ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യം എന്താ? ഇത് രണ്ടും അർത്ഥമൊക്കെ വലിയ കുഴപ്പമില്ലുണ്ടോ? എൻ്റെ വാത്സല്യമുള്ളവരെ നമ്മളെ വിളിക്കുന്നതാണ്, താഴെ നിൽക്കുന്നവരെ വിളിക്കുന്നതാണ്. എൻ്റെ വാത്സല്യമുള്ളവരെ എന്ന് വിളിച്ചാലും എൻ്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചാലും വലിയ കുഴപ്പമൊന്നും താഴെ നിൽക്കുന്നവർക്കില്ല. പിന്നെ അച്ഛൻ ഇത്രയും നിർബന്ധ ബുദ്ധി പിടിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള ബോധ്യം എന്താണ്? ഞാനതിൻ്റെ വേദശാസ്ത്രവും വേദപുസ്തകമൊന്നും ചോദിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ബോധ്യം എന്താണ്? ഇങ്ങനെ പലതിനെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ചില ബോധ്യങ്ങളുണ്ട്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പറയുന്നത് പോലെ ചില ബോധ്യങ്ങൾ എനിക്കുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ബോധ്യം എന്താണ്? ഞാനിപ്പോൾ ആ വല്യച്ഛൻ പറയുന്നതിനേക്കാൾ ശഠിക്കും. വടക്ക് വശത്ത് വായിക്കുമ്പോൾ എൻ്റെ വാത്സല്യമുള്ളവരെയും തന്നെ വിളിക്കണം, തെക്ക് വശത്ത് വായിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരെയും തന്നെ ഞങ്ങളെ വിളിക്കണം, ഞാൻ താഴെ നിൽക്കുന്ന ആളാണ് എന്ന് ഞാൻ ശഠിക്കും. എന്തുകൊണ്ട്? നിങ്ങളുടെ ബോധ്യം പറയുക. ഇതൊരു ക്ലാസ്സാകട്ടോ. ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് പല വ്യാഖ്യാനങ്ങളുണ്ട്. എൻ്റെ ബോധ്യം ഞാൻ പറയാം. വേദപുസ്തകം വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, പലവട്ടം വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം. സാർവത്രിക ലേഖനങ്ങളിൽ, പൊതുലേഖനങ്ങളിൽ അവരുടെയൊക്കെ സംബോധന നിങ്ങൾ പരിശോധിച്ചാൽ വാത്സല്യത്തോടു കൂടിയ ഒരു സംബോധനയാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സംബോധന എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ, പ്രിയ മക്കളെ, ഈ സംബോധനയാണ്. മറ്റ് സാറ് പറഞ്ഞ കാരണങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ബോധ്യം ഞാൻ പറയുകയാണ്, ആ ഒരു സംബോധനയാണ് വടക്ക് വശത്ത് വായിക്കുന്നതെങ്കിൽ സഭയിലെ പിതാക്കന്മാർ എത്രയോ കാലം കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നതാണ് അതേ സംബോധന. അതിലും ബോധ്യമുണ്ടാക്കുന്നതാണ് തെക്ക് വശത്തെ വായന. തെക്ക് വശത്ത് പൗലോസ്ലീഹായുടെ സംബോധനയാണ്. പൗലോസ്ലീഹായുടെ 14 ലേഖനങ്ങളിൽ മുമ്പ് ക്വിസിൽ പറഞ്ഞ എബ്രായ ലേഖനം ഒഴികെ എല്ലാ ലേഖനങ്ങളിലും പൗലോസിൻ്റെ സംബോധന എങ്ങനെയാണ്? സഹോദരന്മാരെ എന്നാണ്. ബ്രദറൻ, സഹോദരന്മാരെ, വീണ്ടും സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന സംബോധനയാണ്. അപ്പോൾ പൗലോസ്ലീഹായുടെ ഭാഗം വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ തന്നെ സംബോധന ചെയ്യുന്നത് തികച്ചും യോഗ്യമാണ്, ഉചിതമാണ്, അങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് ഞാൻ ബോധ്യത്തിൻ്റെ കഥ പറഞ്ഞത്. അതുകൊണ്ട് ബോധ്യം, പലതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. മലങ്കര സഭയുടെ അല്ലെങ്കിൽ പൗരസ്ത്യ സഭയുടെ ആരാധനയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, നിങ്ങൾക്ക് പല ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളിലെ ചില തലങ്ങളിലേക്ക് കടക്കുവാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഓർപ്പിച്ചു, മറ്റ് സഭകളുടെ ആരാധനയിൽ ഞാൻ മിക്കവാറും എല്ലാ സഭയുടെ ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആൾട്ടർ ബോയ്സിനെ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം പദവിയും ഔന്നത്യവും സ്ഥാനവും മഹത്വവും കിട്ടുന്ന ആൾട്ടർ ബോയ്സ് വേറെങ്ങുമില്ല. നിങ്ങൾ മറ്റ് സഭകളിലൊക്കെ ഒന്ന് പോകണം. ഇതൊരു പൗരോഹിത്യത്തിൻ്റെ ഒരു ശ്രേണിയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ കൈവപ്പ് കിട്ടിയിരിക്കുന്നത്. മറ്റ് സഭകളിൽ കിട്ടുന്നതിൽ ഉപരിയായിട്ടൊരു അംഗീകാരമാണ് മലങ്കര സഭയിലെ ശുശ്രൂഷകർക്ക് കിട്ടുന്നത്. മലങ്കര സഭയുടെ ആരാധനയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കത്തോലിക്ക സഭയിൽ പ്രൈവറ്റ് മാസ് ഉണ്ട്. ഞാനൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ കത്തോലിക്ക അച്ഛന്മാർ കുർബാന ചൊല്ലും. ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരച്ഛന് കുർബാനയല്ല, പ്രൈവറ്റ് മാസ് ഉണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഒരച്ഛൻ വിചാരിച്ചാൽ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലാൻ പറ്റുമോ? നിങ്ങളുടെ ഉത്തരവ് എന്താണ്? ഒരിക്കലും പറ്റുകയില്ല. ഒരു ശുശ്രൂഷകനില്ലാതെ, വിശ്വാസികളുടെ പ്രതിനിധിയില്ലാതെ പരിശുദ്ധ ബാവാതിരുപ്പതിനെ വിചാരിച്ചാൽ പോലും വിശുദ്ധ കുർബാന ചൊല്ലുവാൻ പറ്റുകയില്ല. കാരണം
ഇത് സഭയുടെ പ്രതീകമാണ്. സഭയുടെ പ്രതീകമായിട്ട് ചില ബോധ്യങ്ങൾ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ, അതുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധനയ്ക്ക് മറ്റുള്ളവരുടെ ആരാധനയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അതിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാനൊരുങ്ങുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, ആരാധനയ്ക്ക് അതിൻ്റേതായ സ്ഥലമുണ്ട്, സമയമുണ്ട്. മറ്റു പലർക്കും ഇതില്ല. അവർ വേദപുസ്തകത്തിലൊരു വാക്യമെടുക്കും, എന്താണ്? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും പ്രാർത്ഥിക്കാം. ട്രെയിനിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കണം, പ്ലെയിനിൽ പോകുമ്പോഴും, വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴും, ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരാധന എന്ന് പറയുന്ന നിർവചനത്തിനുള്ളിൽ വരുമ്പോൾ അതിന് നിയതമായ സ്ഥലവും പ്രത്യേകമായിട്ടുള്ള സമയവും വേണം. അവിടെ ആരാധന എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടത്. ഇവർ പറയുന്ന, അല്ലെങ്കിൽ മറ്റു പലരും പറയുന്ന, ഒന്നിച്ചു കൂടിയിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും പങ്കിടുകയും ഒക്കെ ചെയ്യുന്നതിനെ അല്ല നമ്മൾ ആരാധനയെന്ന് പറയുന്നത്. നമ്മുടെ ആരാധനയ്ക്ക് കുറഞ്ഞത് 4 ഘടകങ്ങളെങ്കിലും ഉണ്ടാകണം. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഫിസിക്സ് അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാനൊരു ചെറിയ ഫോർമുല പറയാം. ഞങ്ങൾ ഇഷ്ടം പോലെ ഇക്വേഷൻസ് പഠിപ്പിക്കുന്നവരാണ്, ഫോർമുല ഇക്വേഷൻസ് 100 കണക്കിന് പഠിപ്പിക്കുന്നവരാണ്. പ്രേ എന്ന് ഓർത്തിരുന്നാൽ മതി. പ്രേ എന്ന് ഓർത്തിരിക്കുക. പ്രേ എന്നുള്ള വാക്കിന് 4 അക്ഷരങ്ങളായില്ലേ? ഒന്നാമത്തെ അക്ഷരം പി ആണ്. ഞാൻ പറയും പി ഫോർ പ്രൈസിങ്. ആരാധനയിൽ ആവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഘടകം സ്തുതിപ്പാണ്. ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ആരാധനയിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ചിലരൊക്കെ മറ്റ് സഭകളിലെ ആളുകളൊക്കെ പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ പങ്കെടുപ്പോൾ, സാറേ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല? ഇത് സർവ്വസഭയും ഇതാണല്ലോ കേൾക്കുന്നത്. ഞാൻ പറയും, ഇതാണ് നിയന്തമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ചുമതല. ഇതാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അത് ത്രിത്വ സ്തുതി നമ്മുടെ ആരാധനയുടെ സവിശേഷതയാണ്. പി ഫോർ പ്രൈസിങ്. കാരണം സൃഷ്ടി മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, പ്രപഞ്ചം മുഴുവൻ സ്തുതിക്കുകയാണ്. നമുക്കറിയാം 19-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ ജീവനുള്ളതും ജീവനില്ലാത്തതും സൃഷ്ടി മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ മാറ്റിവെക്കാവുന്ന ഒന്നല്ല സ്തുതിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. പി ഫോർ പ്രൈസിങ്. പക്ഷേ ഈ പ്രൈസിങ്ങിനൊരു കുഴപ്പമുണ്ട്. ഇപ്പം എന്നെക്കുറിച്ച് പുകഴ്ച പറഞ്ഞാൽ അതും പ്രൈസിങ് ആയില്ലേ? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രശംസക്കാരുടെ കെണിയിൽ എന്നെ പെടുത്തരുതേ എന്ന് നമ്മൾക്കൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ പി ഫോർ പ്രൈസിങ്. ഒരുപക്ഷേ പിശാചും ദൈവത്തെ സ്തുതിക്കുമായിരിക്കും, അറിയത്തില്ല. അല്ലെങ്കിൽ ദുഷ്ടന്മാരും ദൈവത്തെ സ്തുതിക്കുമായിരിക്കും. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതും വിശ്വാസികൾ ദൈവത്തെ സ്തുതിക്കുന്നതും മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് രണ്ടാമത്തെ അർത്ഥം വരുന്നത്. ആർ ഫോർ റിപ്പൻറ്റൻസ്. അനുതാപമില്ലാതെ ദൈവത്തെ സ്തുതിച്ചാൽ അത് സ്തുതിയുടെ പൂർണ്ണതയാവുകയില്ല. സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസത്തിൽ സ്തുതിപ്പിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്ന റിപ്പൻറ്റൻസാണ്, അനുതാപം. നമ്മുടെ ആരാധനയിൽ കുറിയലായിസോന് ഉപയോഗിക്കുന്നുണ്ട്, ഹല്ലേലൂയ ഉപയോഗിക്കുന്നുണ്ടല്ലേ? പക്ഷേ ഹല്ലേലൂയയുടെ സ്റ്റൈലൊക്കെ വ്യത്യാസമാണ്. അമുട്ട് പൊട്ടുന്നത് പോലെയല്ല നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ ഉപയോഗിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, മഹത്വപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വളരെ വിനീതമായിട്ട് കരുണാനിർഭരമായിട്ട് നമ്മൾ ആരാധനയിൽ കുറിയലായിസോന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്തുതിപ്പിൻ്റെ ഒരർത്ഥം റിപ്പൻറ്റൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു പാടുന്നുണ്ട്, നിൻ സ്തുതിയും ഹല്ലേലൂയായും നമുക്ക് നിർത്താം, സമയമില്ല. ഞാൻ ഈ പാട്ട് എഴുതിയ ആളിനെക്കുറിച്ച് ആലോചിച്ച് പോയിട്ടുണ്ട്. ഏതെങ്കിലും വിശുദ്ധനായിരിക്കും എഴുതിയത്. അദ്ദേഹം ഇങ്ങനെ അങ്ങ് എഴുതി വന്നപ്പോൾ, വേദപുസ്തകമൊക്കെ വായിച്ച് ധ്യാനിച്ച് എഴുതി വന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ നിർത്തരുതേ. പെട്ടെന്നാണ് മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത്, പക്ഷേ നീതിക്കനുസരിച്ച് വിധി ചെയ്യരുതേ. കാരണം വിധി ചെയ്താൽ എന്തു പറ്റും? ഞാൻ പാതകിയാണ്. എൻ്റെ കടങ്ങൾ പരിശോധിച്ചാൽ ഒന്നും മിച്ചമുണ്ടാവുകയില്ല.
അപ്പോൾ സ്തുതിയും സ്തോത്രത്തിലും തുടങ്ങി, പക്ഷേ പെട്ടെന്ന് കുറിയലായിസോൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനയിൽ ഉടനീളം നിൽക്കുന്ന ഒരാശയമാണ് കുറിയലായിസോൻ. കർത്താവേ, കരുണ തോന്നണമേ. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മഹാശക്തിയുടെ മുമ്പിൽ നമ്മൾ ഏതും ഒന്നുമില്ല എന്നുള്ള ആ ഒരു ബോധ്യമാണ് നമ്മെ നിരന്തരം കുറിയലായിസോൻ വിളിക്കുന്നത്. അപ്പോൾ P for പ്രൈസിങ്, R for റിപ്പൻറ്റൻസ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും പറയും, ഞങ്ങൾ എന്തിനെക്കുറിച്ചാണ് അനുദപിക്കാനുള്ളത്, എന്തിനെക്കുറിച്ചാണ് റിപ്പൻറ്റ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് വളരെ ബോധ്യമുള്ള, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വലിയ തിരുമേനിയാണ് ഉസ്താദ് യോസ് തിരുമേനി. തിരുമേനിയുടെ കൂടെ ധാരാളം യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് നടന്ന ഒരു വലിയ ശക്തി എനിക്കുണ്ട്. തിരുമേനി നമുക്കറിയാം, 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സെമിനാരിൽ ദുരന്തമുണ്ടായി. 2 സെമിനാരി വിദ്യാർത്ഥികൾ ഗോവയിൽ മുങ്ങി മരിച്ചു, അല്ലേ? നമുക്കൊക്കെ അതിനെക്കുറിച്ച് ഭാരമുണ്ടായി, പ്രയാസമുണ്ടായി. പക്ഷേ തിരുമേനി ആ ഒരു മീറ്റിങ്ങിൽ അത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ മറ്റൊരു തലം ചിന്തിക്കാനിടയായത്. അപ്പോൾ തിരുമേനി പറയുക, ദൈവമേ, ഞങ്ങൾ അധ്യാപകരുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണോ ഈ അനർത്ഥം സംഭവിച്ചത്? പരിശുദ്ധനായ ഒരു തിരുമേനി അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണോ ഈ അനർത്ഥം സംഭവിച്ചത് എന്ന് തിരുമേനി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ പോലും അനുതാപത്തിൻ്റെ സാധ്യതകളാണ്. ഓരോ നിമിഷവും അനുദപിക്കാം. അപ്പോൾ ശരിയായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അനുദപിക്കുവാൻ ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഈ അനുതാപത്തിന് നിരന്തരമായിട്ട് കുറിയലായിസോൻ പറയുവാനായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധന്മാരെല്ലാവരും അനുദപിക്കുന്നവരായിരുന്നു. അവരെല്ലാവരും നിരന്തരം കുറിയലായിസോൻ പറയുന്നവരായിരുന്നു. കാരണം നമ്മളൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ആരുമല്ല. സാധാരണ പറയാറുണ്ട്, കണ്ടവൻ മിണ്ടതില്ലേ, മിണ്ടവൻ കണ്ടതില്ലേ. ചിലരൊക്കെ വലിയ അവകാശങ്ങളൊക്കെ പറയില്ലേ, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ദൈവത്തെ കണ്ടു, രക്ഷിക്കപ്പെട്ടു, ഇത് പ്രാപിച്ചു എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് ആ ഒരു പഴയ ചൊല്ലുള്ളത്, കണ്ടവൻ മിണ്ടതില്ലേ. ദൈവത്തെ കണ്ടവന് പിന്നെ മിണ്ടാൻ പറ്റില്ല. മിണ്ടവൻ കണ്ടതില്ലേ. ഈ മിണ്ടിക്കൊണ്ട് നടക്കുന്നവൻ, ബഹളം വെച്ച് നടക്കുന്നവന് ഇതൊന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, സമർപ്പണത്തോടുകൂടി നിൽക്കുന്നതാണ് ആരാധനയുടെ 2ാമത്തെ ഘട്ടം, R for റിപ്പൻറ്റൻസ്. ഇത് രണ്ടും കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നതും, ഇല്ലേ, പലരും പ്രാർത്ഥിക്കുന്നതും, പരിമളത്തിന്മയുടെ കബറിങ്കൽ വരുന്നതും ഒക്കെ നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ചില പ്രയാസങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കണ്ണുനീരിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഈ ബേസിൽ നിന്നുകൊണ്ട് വേണം 3ാമത്തെ കാര്യം, A for ആസ്കിങ്. നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും പറയും, നിങ്ങളുടെ പള്ളിയിൽ വന്നാൽ ഒന്നും ചോദിക്കാനും നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പറയുന്നത് എന്തൊക്കെ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളല്ലേ, വലിയ ത്രിത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ അപ്പസ്തോലിക വിശ്വാസത്തെക്കുറിച്ചും വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കണമെന്നോ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമോ, നിങ്ങളുടെ മറ്റു രോഗത്തെക്കുറിച്ചോ വളരെ കുറച്ചേ പറയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാരണം നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. A for ആസ്കിങ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞ് ദൈവമുമ്പാകെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചോദിക്കാനില്ല. ഈ കുചേലൻ ദ്വാരകയിൽ പോയെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? കുചേലൻ ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ ഒരു നീണ്ട ലിസ്റ്റ് കൊടുത്താണ് വിട്ടത്. ഇന്നതൊക്കെ ചോദിക്കണം, ഇന്നതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കുചേലനൊന്നും ചോദിച്ചില്ലെന്നാണ് പറയും. പക്ഷെ എല്ലാം കിട്ടി. ഈശ്വരനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒന്നും ചോദിക്കാനില്ല. നമ്മുടെ ഒരു ദർശനം അതാണ്. ദൈവദർശനത്തിലായിരിക്കുമ്പോൾ, ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ, ദൈവം കൂടെയുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. കർത്താവിൻ്റെ കൂടെയുണ്ട്. പിന്നെ ഈ കൊച്ചു കൊച്ചു ചോട്ടാ കാര്യങ്ങളുടെ ഈ ഞൊടുക്ക് കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാനില്ല എന്നാണ് പരിശുദ്ധന്മാർ പറയുന്നത്. അവരൊന്നും അവരുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുവാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. പക്ഷേ ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥനയും
ആരാധനയും കാണേണ്ടത്. P for praising, R for repentance, A for asking. ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ 4ാം ഘട്ടമാണ് Y for yielding. ദൈവമുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു. Y for yielding. നിങ്ങളൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നവരാണ്. ഒരിക്കലും ഒരു ഗിത്താറ് അത് വായിക്കുന്ന സംഗീതജ്ഞനോട് പറയാറില്ല നീ ഇന്നതൊക്കെ വായിക്കുന്നു. സംഗീതജ്ഞനാണ് തീരുമാനിക്കുന്നത്. ഒരായുധത്തോട് അല്ലെങ്കിൽ ഒരു പണിയായുധത്തോട് തൊഴിലാളിയോട് പണിയായുധം തിരിച്ചു ചോദിക്കാറില്ല. ഒരു സംഗീതജ്ഞൻ്റെ മുമ്പിൽ ഒരു സംഗീതോപകരണം എങ്ങനെ നിൽക്കുന്നു, ഒരു പണിയായുധം എങ്ങനെ അതിൻ്റെ ഉപയോക്താവിൻ്റെ കൈവിലിരിക്കുന്നു, അതുപോലെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഈ കാഴ്ചപ്പാടിൽ വേണം ആരാധനയെ കാണേണ്ടത്, പൗരസ്ത്യ ആരാധനയെ കാണേണ്ടത്. P for praising, നിരന്തരം സ്തുതിയാണ് അല്ലേ. R for repentance, നമ്മൾ ഈ കുറിയലായുസോൻ നിരന്തരം ഈ കുറിയലായുസോൻ പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇടയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ദൈവ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും. ഏറ്റവും പ്രധാനം Y for yielding. ഈ ദിവ്യബോധനത്തിൻ്റെ പുസ്തകത്തിൽ ഏതോ ഒരു പുസ്തകത്തിൽ പാരീസിൽ നടന്നൊരു സംഭവമുണ്ട്. ഒരു വല്യപ്പച്ചൻ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിൽക്കും. ഈ പള്ളിയിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ ചിലർക്കൊക്കെ പുച്ഛമായി, ഈ അപ്പച്ചന്മാരെക്കുറിച്ചൊക്കെ അല്ലേ. അവരൊക്കെ എത്ര ഭക്തിയിലാണ് നിൽക്കുന്നറിയാവും. ഈ അപ്പച്ചനുണ്ടായൊരനുഭവം. അപ്പോൾ ഒരു വികാരിയച്ഛൻ എന്നും ശ്രദ്ധിക്കും, ഈ അപ്പച്ചൻ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിൽക്കും, പക്ഷേ ഒരക്ഷരം ചൊല്ലുന്നില്ല. നിങ്ങൾക്കൊക്കെ നല്ലപോലെ മ്യൂസിക് അറിയാവുന്നവരൊക്കെയാണ്, നല്ലപോലെ ശ്രുതിയിലൊക്കെ പോയി സംഗീതം പഠിച്ച്. ഈ അപ്പച്ചനൊന്നും ചൊല്ലുന്നില്ല, പ്രതിവാക്യം പറയുന്നില്ല, പക്ഷേ രാവിലെ തന്നെ വരും, ത്രൂ ഔട്ട് നിശബ്ദനായിട്ട് നിൽക്കും. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ വിചാരിച്ചു ഈ അപ്പച്ചനോട് ചോദിക്കുക, എന്താ അപ്പച്ച ഒന്നും പാടുന്നില്ല, ഒരു പ്രതിവാക്യം പോലും പറയുന്നില്ല, എന്താ അപ്പച്ച എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. I look at him, he looks at me, we are happy together. ഞാൻ ദൈവത്തെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു, ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുന്നു. ഇതാ ശരിക്കും ആരാധന, ദൈവത്തോടൊപ്പമായിരിക്കുക. ഐ ലുക്ക് അറ്റ് ഹിം. ചില അപ്പച്ചന്മാരൊക്കെ എത്ര ഭക്തിയോടാണ്, അമ്മച്ചിമാർ പലരുമുണ്ട്, എത്ര ഭക്തിയോടാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത്. അവരുടെയൊക്കെ കണ്ണുനീര് ഓടുകൂടി അവർ പ്രാർത്ഥിക്കുകയാണ്. ഐ ലുക്ക് അറ്റ് ഹിം, ഹീ ലുക്സ് അറ്റ് മീ, വി ആർ ഹാപ്പി ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുക. ഈ ബഹളങ്ങളും ഒച്ചപ്പാടുകളും നടത്തിക്കൊണ്ടുള്ള ആരാധനയിൽ നിന്ന് വളരെ പ്രത്യേകത നമ്മുടെ ആരാധനയ്ക്ക് അടിസ്ഥാനപരമായിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രേ, ഒരു ചെറിയ വാക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയതാണ്. നമ്മുടെ ആരാധനയുടെ ഒരു നിർവചനമായിട്ട് അതിൽ നിന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ പുറമെ മറ്റു പലരും നടത്തുന്ന ആരാധന എന്തെങ്കിലും ആരാധനയെന്ന് പറയുന്നത് ഒക്കെ പ്രാർത്ഥിച്ചോട്ടെ, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, നമ്മളും പ്രാർത്ഥിക്കണം. പക്ഷേ ആരാധനയുടെ പൂർണ്ണതയിൽ ആരാധന നടക്കുന്നത് ഈ നിയതമായ സ്ഥലത്താണ്, അത് ദേവാലയത്തിലാണ്. ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് കാണും, എങ്കിലും എൻ്റെ ഒരു സ്റ്റൈല് മറ്റൊന്നായതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. നമ്മുടെ ആരാധന നടത്തുന്നതും നിയതമായൊരു സ്റ്റൈലിലാണ്. എങ്ങനെയാണ്? ദേവാലയത്തിലാണ്. ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. മദ്ബഹായുണ്ട്, അഴിക്കകം കൊയറുണ്ട്, പിന്നീട് പ്രാകാരമുണ്ട്. ഈ മോഡലിൽ ഇനി അതിൻ്റെയും പടിഞ്ഞാറ് വശത്ത് നാർത്തക്സ് അല്ലെങ്കിൽ പൂമുഖം, നാടകശാല എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു ദേവാലയം ഡിസൈൻ ചെയ്ത ആരാണ്? ബാവാതിരുമേനിയാണ്. മുമ്പ് ചോദിച്ച പോലെ ഗീവറീസ് പ്രഥമനാണോ ദ്വിതീയനാണോ? ഇങ്ങനെ ഒരു ദേവാലയം മലങ്കര സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ ദേശത്ത്, നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും പൗരസ്ത്യ ആരാധനയുടെ ആ ഒരു സ്ട്രക്ചർ ഇതാണ്. ഇത് പണിതത് ആരാണ്? ഇത് ഡിസൈൻ ചെയ്തത് ആരാണ്? ഇത് ഏതിൻ്റെ മോഡലാണ്? യെറുശലേം ദേവാലയത്തിൻ്റെ മോഡലാണ്. എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പുള്ള യെറുശലേം ദേവാലയത്തിൻ്റെ മോഡലാണ്. യെറുശലേം ദേവാലയത്തിൻ്റെ ശില്പി ആരാണ്? പണിതതിനെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ശലോമോൻ പണിതതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ശലോമോന് പറഞ്ഞു കൊടുത്തത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ ആർക്കിടെക്റ്റ്, എൻജിനീയർ, കൺസ്ട്രക്ഷനൊക്കെ മറ്റു പലരുമായിരിക്കും നടത്തുന്നത്, പക്ഷേ എൻജിനീയറും ആർക്കിടെക്റ്റും പിതാവായ ദൈവം തന്നെയാണ്. സത്യദൈവം കൊടുത്ത ഒരു 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 സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് യഹൂദന്മാരുടെ ആരാധന ശൈലിയിൽ തന്നെ
നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ആരാധന നടത്തുന്നു. അവരുടേതായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ആരാധനയ്ക്കൊരു പർട്ടിക്കുലർ സ്പേസ് ഉണ്ട്, പർട്ടിക്കുലർ ടൈമുണ്ട്. നമ്മുടെ ആരാധനയുടെ സമയങ്ങൾ 7 യാമങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. എന്തായാലും ഈ ഒരു സമഗ്രത, ആരാധനയ്ക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അവിടെ നടത്തുന്ന ഒരു സ്ഥലത്താണ്, അതിൻ്റെ സമയത്തെക്കുറിച്ച് ക്ലിപ്തതയുണ്ട്. പിന്നെ വർഷം മുഴുവൻ ആരാധനയാണ്, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല അല്ലേ? 52 ആഴ്ചകളും ഉൾക്കൊള്ളുന്ന ഒരു സൈക്കിളുണ്ട്. ഇപ്പോഴേത് കാലഘട്ടമാണ്? അത് പ്രത്യേകം മനസ്സിലാക്കണം. ചില കത്തോലിക്ക ദേവാലയത്തിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ കാലത്തെക്കുറിച്ച് ഖെംദാക്കാലം എന്നൊക്കെ അവരിങ്ങനെ എഴുതി വെക്കും. മറ്റ് സഭകളിലെ നന്മകളുമൊക്കെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവർ ഓരോ കാലഘട്ടത്തും വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരാധനാ സംവത്സരത്തിലെ ആ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ 52 ആഴ്ചകളും നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം. 52 വളരെ പെട്ടെന്ന് ആ സമയം കടന്നു പോകുന്നില്ലേ? നമ്മൾ കഴിഞ്ഞ വർഷത്തെ കഷ്ടാനുഭവ ആഴ്ച കഴിഞ്ഞ് ഒരു വർഷം ഓടിപ്പോകുന്നു. നമുക്ക് ബോറടിക്കുന്ന പ്രശ്നമില്ല, കാരണം ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് പോവുകയാണ്. ഒരു ദിവസത്തെ തന്നെ 7 യാമങ്ങളാക്കിയിരിക്കുന്നു, 365 ദിവസത്തെ വീണ്ടും പല സെക്ഷൻസായിട്ട്. അപ്പോൾ ജീവിതം മുഴുവൻ ആരാധനയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ആരാധനാ പൈതൃകമുള്ള ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. മറ്റൊരു പ്രത്യേകത, ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, അതിൻ്റെ സമഗ്രതയെക്കുറിച്ച് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ആരാധനയുടെ സമഗ്രതയെക്കുറിച്ച്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് നമ്മൾ മാത്രമല്ല, മറ്റു പലയിടത്തും നമ്മൾ മാത്രമാണ്, ജീവനുള്ളവർ മാത്രമാണ്. നമ്മൾ പറയുന്നത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതലും ആർക്ക് വേണ്ടിയാണ്? വാങ്ങിപ്പോയവർക്ക് വേണ്ടിയാണ്. അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നിങ്ങളെന്ന് പറയുന്നു, ശരിയാണോ? ഈ മരിച്ചവരെക്കുറിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമുക്ക് മരിച്ചു എന്നൊരു വാക്കില്ല, എങ്ങനെയാ? വാങ്ങിപ്പോയവർ, ദ ഡിപ്പാർട്ടഡ് വൺസ് എന്നാണ്. വാങ്ങിപ്പോയവർ, അതവർക്ക് പ്രാർത്ഥനയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്നും കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് പലരും അങ്ങനെയൊക്കെ പറയുന്നത്. വെറും അവകാശവാദങ്ങളാണ്, പൊള്ളയായ അവകാശവാദങ്ങൾ. വേദപുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും, എന്നിട്ട് അവരുടേതായ ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. ഈ വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ധാരാളം പേര് ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ഈ പുതിയ അടിപൊളി ആരാധന രീതിയോടൊക്കെ ചിലപ്പോൾ താല്പര്യം തോന്നും. അത് വെസ്റ്റിൻ്റെ സ്റ്റൈലാണ്. വെസ്റ്റും ഈസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. വെസ്റ്റ് എപ്പോഴും പ്രകടനാത്മകമാണ്, പ്രഖ്യാപനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, ഹലോ, ഹൗ ഡു യു ഡു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നൊക്കെയാണ് സായിപ്പ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ സായിപ്പ് പഠിപ്പിച്ചിട്ടുള്ള ടൈമൊക്കെ കിട്ടി നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ പൗരസ്ത്യ ദേശത്ത് 2 പേര് തമ്മിൽ കണ്ടാൽ എന്തു ചെയ്യും? ഒന്ന് കൈകൂപ്പും. ഈ പറഞ്ഞതും അതിനപ്പുറത്തെ ആശയങ്ങൾ ഈ കൈകൂപ്പലിലുണ്ട്. ഞാനങ്ങയെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, താങ്കളുടെ ക്ഷേമം അന്വേഷിക്കുന്നു, ഇതെല്ലാം ഈ ഒരു കൈകൂപ്പലിലുണ്ട്. ഒരിടത്ത് പ്രഖ്യാപനമാണ് പ്രധാനമെങ്കിൽ അനുഷ്ഠാനമാണ് ഇവിടെ പ്രധാനം. നമ്മളൊന്ന് കുരിശു വരയ്ക്കുമ്പോൾ എല്ലാ വിശ്വാസവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ത്രിത്വ വിശ്വാസവും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതും നമ്മുടെ രക്ഷയുടെ സന്ദേശവും കുരിശിൻ്റെ മഹത്വവും എല്ലാം എന്തിലായി കഴിഞ്ഞു? ഒരു കുരിശുവരയിലായി. ഈ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അതാ. ഇത് പാശ്ചാത്യർക്ക് മനസ്സിലാവുകയില്ല. അവർ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനെന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ടുള്ള ഒരു കസർത്താണ്. ഈ വെസ്റ്റ് മുഴുവൻ നശിച്ചു പോയത് ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, വെസ്റ്റിൽ മിക്ക സ്ഥലത്തും ദേവാലയങ്ങൾ നശിച്ചു. അവർക്ക് പൈതൃകമില്ല, ഹെറിറ്റേജ് ഇല്ല. ഇവിടെ ഈ 2000 വർഷങ്ങളായിട്ട് സഭ നിൽക്കുന്നത് നമ്മുടെ പ്രഖ്യാപനങ്ങൾ കൊണ്ടല്ല, പ്രസംഗം കൊണ്ടല്ല, ദിവ്യബോധനം പഠിപ്പിച്ചതുകൊണ്ടോ അല്ല. ഇത്രയും വർഷം സഭ നിലനിന്നത് ഈ ഒരു ആരാധന കൊണ്ടാണ്. വിശ്വാസികൾ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പങ്കിടുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ ആണ്, ഈ പൗരസ്ത്യ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ കൂടിയാണ് ഈ 20 നൂറ്റാണ്ട് സഭ നിലനിന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾ ഈ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമൊക്കെ അന്വേഷിച്ച് നോക്കണം. വളരെ സമ്പന്നമായ സഭയാണ്, പക്ഷേ ദേവാലയങ്ങളൊക്കെ പൂട്ടി തുടങ്ങി. കാരണം ഈ ആരാധനാ പൈതൃകമില്ല. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്നെ അവർ മരിച്ചവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ടത്, അവിടെ അങ്ങനെ അപ്പനും അമ്മയും ഒരുമിച്ചല്ല താമസിക്കുന്നു. അവർക്ക് അപ്പനെ ആരെന്നോ
വല്യപ്പൻ ആരാണെന്നോ വല്യപ്പച്ചൻ ആരാണെന്നൊന്നും അറിയത്തില്ല. അവരോട് സഹതാപം തോന്നുക വേണ്ട. 10 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു ബോംബ് വീണതിനെക്കുറിച്ച് ഞാൻ വായിച്ചു. ഈ ബോംബ് വെറും ബോംബല്ല, ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഫാദർലെസ് അമേരിക്ക എന്ന. ഫാദർലെസ് അമേരിക്ക ഒരു ചിന്തകൻ എഴുതിയ പുസ്തകമാണ്. അതിൻ്റെ പച്ചമലയാളം ഞാൻ പറയുന്നില്ല. ഫാദർലെസ് അമേരിക്ക. അതിലൊരു ഗവേഷകൻ പഠിച്ചതിന് ശേഷം പറയുന്നത്, അമേരിക്കയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളിൽ 30% അവരുടെ പിതാവാരാണെന്നറിയില്ല. പിതാവിൻ്റെ കൂടെ താമസിക്കുന്നില്ലെന്നല്ല പറയുന്നത്, അവരുടെ പിതാവാരാണെന്നറിയില്ല. ഇത് ഓരോ വർഷം കഴിയും തോറും ഈ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിതൃത്വമില്ല. പിതാവും അല്ലെങ്കിൽ ആ പിതാമഹനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ലാത്ത, ഐ എം നോട്ട് ബ്ലെയിമിങ് ദം, അവരുടെ കൾച്ചർ അതാണ്. അവരുടെ കൾച്ചറിന് വേറെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പിതാക്കന്മാരുള്ള പൈതൃകമുള്ള ഒരു സഭയിൽ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യം മലങ്കര സഭയുടെ ആരാധനയുടെ അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമഗ്രത, ഇൻറ്റഗ്രിറ്റി. ഇവിടെ സ്ഥലകാല പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വാങ്ങിപ്പോയവർ. പിന്നെ ഓർക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ ഇടയ്ക്ക് മാലാഖമാരുണ്ടാകും. പരമനത്തിനുമേ നമ്മുടെ സൈഡിലുണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ ആരാധനയിൽ അലംഭാവം കാണിക്കുകയല്ല. വിശുദ്ധന്മാർ പങ്കെടുക്കുന്നുണ്ട്, മാലാഖമാർ പങ്കെടുക്കുന്നുണ്ട്, വാങ്ങിപ്പോയവർ പങ്കെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പറയുന്നത് കാണാൻ പറ്റുന്നില്ലെന്നുള്ളത്, അതൊക്കെ സയൻസ് പഠിപ്പിക്കുന്നത് എനിക്കറിയാം. കാണാൻ പറ്റാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ചില കാറിലിരുന്നു കൊണ്ട് അകത്തുനിന്ന് നോക്കിയാൽ പുറത്തോട്ട് കാണാം, പുറത്തുനിന്ന് നോക്കിയാൽ അകത്ത് കാണാൻ പറ്റുകയില്ല. ഇപ്പോഴത് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കും. പക്ഷേ ഒരു 10 വർഷം മുമ്പ് ഈ കാറിനകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഇപ്പോൾ ഇവിടെ യേശുദാസിൻ്റെ പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പക്ഷേ റേഡിയോ ഓൺ ചെയ്താൽ ഇത് കിട്ടും. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രം വളർന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസപരമായ പല കാര്യങ്ങൾ വാങ്ങിപ്പോയവരും നമ്മളും തമ്മിലൊരു ചെറിയ നേരിയ ഡയമെൻഷൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഐൻസ്റ്റൈൻ പഠിപ്പിച്ചിട്ടുണ്ട് 4, 5, 15 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ് പറയും. ഒരു ചെറിയ ഡയമെൻഷൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് ഒരുമിച്ച് ഉള്ളൊരു അനുഭവമാണ്. അതുകൊണ്ട് സമഗ്രത, ഒരുമിച്ച് ആരാധിക്കുന്ന വാങ്ങിപ്പോയവരും വിശുദ്ധന്മാരും മാലാഖമാരും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ആരാധന. അവിടെ നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഗൗരവം ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മദ്ബഹായി നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചുരുക്കം ചിലരെയൊക്കെ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതുണ്ടാവരുത്. കാരണം ഞാനീ പറഞ്ഞ ഒരു ആരാധനയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ്, അഗ്നിക്കടുത്ത ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം. അത് ഭയപ്പെടുത്തുന്ന ഒന്നല്ല. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു കാര്യവും ഭയമുണ്ടാക്കുന്നതല്ല, അത് സന്തോഷമുണ്ടാക്കുന്നതാണ്, ആത്മഹർഷമുണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു അനുഭവത്തിലാണ് ആരാധിക്കേണ്ടത്. സമഗ്രമായ ആരാധനയുടെ ഒരു പങ്കുകാരായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ള ബോധ്യം മദ്ബഹാ ശുശ്രൂഷകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം ഇതാണ്. മറ്റൊന്ന്, നമ്മുടെ ആരാധന ഇറ്റ് ഈസ് ഹൈലി മ്യൂസിക്കൽ. ആരാധന, വിശുദ്ധ കുർബാന എന്താണ്, വായിക്കുകയെന്നോ ഒന്നുമല്ല പറയുന്നത്. എന്താ പറയുന്നത്? ചൊല്ലുക എന്നാണ് പറയുന്നത്. ചാൻറ്റിങ്, ഇംഗ്ലീഷിൽ പറഞ്ഞ് ചാൻറ്റിങ് എന്നാണ് പറയുന്നത്. അവിടെ ഗദ്യവും പദ്യവും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. ഇങ്ങനെ പാടുന്നതിന് ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരാണല്ലോ. വിശുദ്ധ കുർബാനയുടെ ആരംഭ സമയത്ത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു അല്ലേ 3 പ്രാവശ്യം. ഇത് അച്ഛൻ ഈ പാട്ട് പോലെ പാടുന്നതിനാ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നൊക്കെ ഇങ്ങനെ ഗൗരവത്തിലങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു. പാട്ടാകുന്നതിനാ? ഇത് പാട്ടായിട്ട് പാടാൻ കാരണം എന്താ? ഇതൊരു പാട്ടാണ്. മാലാഖമാർ പാടിയ പാട്ടാണ്. കർത്താവിൻ്റെ ശവസംസ്കാര ഇതിന് പോകുന്ന സമയത്ത് കണ്ട ഒരു മാലാഖമാർ പാടുക. മാലാഖമാർക്ക് പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ഒന്നും അറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അവർ സർവ്വസമയം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. 9 ഗണം മാലാഖമാരും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പാട്ടിൻ്റെ ഭാഗമാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിക്കോദിമോസും കൂട്ടരും കൂടി 4-ാമത്തെ വരി ചൊല്ലി
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ. ഇതൊരു പാട്ടാണ്. ട്രൈസാജിയൻ ത്രിത്വസ്തുതി എന്ന് പറയുന്നത് ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് രൂപത്തിൽ തന്നെ ചൊല്ലുന്നത്. അതുകൊണ്ട് മറ്റൊരു ആരാധനയിലുമില്ലാത്ത ഒരു സംഗീതാത്മകത നമ്മുടെ ആരാധനയിലുണ്ട്. മറ്റു പലരും ഇത് കോപ്പിയടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ഉള്ളിൽ നടന്ന മാറ്റങ്ങൾ ചിലത് ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾക്കറിയാമല്ലോ, കത്തോലിക്ക സഭയിൽ മുൻപ് ആരാധന ഉണ്ടായിരുന്നത് ഇതുപോലെ നിന്നുകൊണ്ടാണ്, ഫേസ് ടു ഫേസാണ്, മുഖാമുഖം നിന്നുകൊണ്ടാണ്, പ്രസംഗിക്കുന്നത് പോലെയാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ എങ്ങനെ ആരാധന? അവർക്ക് തിരശ്ശീലയില്ലായിരുന്നു. പള്ളി എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം, കുരിശ് ഏത് കുരിശ് വേണമെങ്കിലും വെക്കാം, ക്രൂശിത രൂപം വെക്കാം. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മളെന്തുകൊണ്ടാണ് ക്രൂശിത രൂപം ഉപയോഗിക്കാത്തത്? പ്ലെയിൻ ക്രോസ് മാത്രം ഉപയോഗിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, എൻ്റെ പ്രസംഗവും വ്യർത്ഥം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ക്രൂശിത രൂപത്തിന് പ്രാധാന്യമുണ്ട്, അനുതാപം ഉളവാക്കും. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, പ്ലെയിൻ ക്രോസ്, നമ്മുടെ ഓരോന്നിൻ്റെയും ഇതിൻ്റെ മർമ്മങ്ങൾ ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കത്തോലിക്കർ ഇപ്പോൾ ഈ മുഖാമുഖം അത് മാറ്റിയിട്ട് ഇപ്പോൾ എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം ജോസഫ് പുലിക്കുന്നിലൊക്കെ അതിനെ വിമർശിച്ചു, വളരെ മോശമായ ഭാഷയിൽ തന്നെ അതിനെ അധിക്ഷേപിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്കറിയാം ഇതാണ് ശരി. ഇപ്പോൾ നമ്മൾ കുർബാന ചൊല്ലുന്ന പോലെ തന്നെയാണ് കത്തോലിക്കർ ചൊല്ലുന്നത്. അതിൻ്റെ ബോധ്യം എന്താണ്? പട്ടക്കാരും വിശ്വാസികളും ഒരുമിച്ച് ഒരേ ദിശയിൽ, ഒരേ ബോധ്യത്തിൽ, ഒരേ ആത്മാവിൽ ആരാധന നടത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മുതലേ അങ്ങനെ പഠിച്ചിരുന്നത്. ഈ തിരശ്ശീലയെക്കുറിച്ചും കിഴക്കോട്ടുള്ള ദർശനത്തെക്കുറിച്ചും ഒക്കെ കത്തോലിക്കർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, മറ്റ് സഭകളും പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കെ.പി. യോഹന്നാൻ ബിഷപ്പിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അദ്ദേഹം ആദ്യം നമ്മുടെ കുരിശിനെയൊക്കെ കളിയാക്കി. ആദ്യത്തെ പ്രസംഗത്തിലൊക്കെ പറയുന്നത്, കർത്താവ് കട്ടിലിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ ഇവർ ഈ കട്ടിൽ കഴുത്തിട്ട് നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്ന യോഹന്നാൻ ബിഷപ്പ് ഇപ്പോഴ് നമ്മുടെ പത്രാചന്മാരെക്കാൾ വലിയ കുരിശാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ നമ്മുടെ പള്ളിയിലുള്ളതിനേക്കാൾ വലിയ കുരിശ് വെച്ചിരിക്കുക. കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന് കർത്താവിൻ്റെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അതൊക്കെ അവർ പഠിച്ചു വരിക. അപ്പോൾ ഈ പ്രോട്ടസ്റ്റൻ്റുകാരും കത്തോലിക്കരുമൊക്കെ ഈ പൗരസ്ത്യ വിശ്വാസത്തിൻ്റെ മർമ്മങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചു വരിക. പക്ഷെ നമുക്കറിയാവില്ല എന്നുള്ള ആ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ആരാധന, നമ്മുടെ സെൻട്രാലിറ്റി ആരാധനയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓഫ് ഷൂട്ട്സാണ്. നമ്മുടെ സുവിശേഷവും ഒന്നും വേണ്ടാന്നല്ല, ആരാധനയിൽ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളും പോകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അതിൻ്റെ പരികർമ്മികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ള ഗൗരവം. അപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ മാലാഖമാർ പാടുന്നതാണെന്നൊരു ചിന്ത വേണം. അല്ലാതെ എൻ്റെ പാട്ട് ഷൈൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിച്ചിരി അച്ഛന്മാർ പാടുമ്പോഴല്ലേ അതിനോട് ചേർന്ന് പോകണം. ചില അച്ഛന്മാർ ഹൈ പിച്ചിലായിരിക്കും, ചിലർ താഴ്ത്തിയായിരിക്കും. ആ സ്ഥായി അനുസരിച്ച് ഈ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്നുള്ള ബോധ്യത്തോടു കൂടി വേണം സംഗീതം നിങ്ങൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ബോധ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ആരാധനയുടെ സവിശേഷതയുടെ പ്രത്യേകത. രണ്ടാമത്, ഇത് സംഗീതാത്മകമാണ്. അതുകൊണ്ട് അല്പം മ്യൂസിക്കൊക്കെ പഠിക്കണം. ശ്രുതിയിൽ പോയാണെങ്കിലും ഒക്കെ ഒന്ന് മ്യൂസിക് പഠിക്കണം. മൂന്നാമത്, സ്ഫുടതയാണ്. ഈ പാട്ടിലാണെങ്കിൽ പോലും സ്ഫുടതയാണ്. യേശുദാസിൻ്റെ പാട്ട് നിങ്ങൾക്കറിയാം, ഒത്തിരി ഗാനഗന്ധർവനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സ്ഫുടതയാണ്, അല്ലേ? ഓരോ പദവും നമുക്ക് തിരിച്ച് പറയാം. നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അല്ലേ? നിങ്ങളറിയിച്ച, അല്ലേ, എന്തെല്ലാം വാക്കുകൾ നമ്മൾ തിരിച്ച് തന്നെത്താതരെ ഓർക്കണം. ചൊല്ലി തന്നാന്നാണ്. ഇന്നായും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാ. യേശുദാസ് പാട്ടെഴുത്തുകാരോട് പറയും, 2 ഘോഷങ്ങൾ ഒരുമിച്ച് വരരുത്. 2 ഘോഷങ്ങൾ ഒരുമിച്ച് വന്നാൽ പാടാൻ പ്രയാസമാണ്. എന്നെ ഘോഷം എന്നാ? മലയാളികൾക്കറിയില്ലേ ഘോഷം? നമ്മുടെ അക്ഷരങ്ങൾ എങ്ങനെയാ? ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം. നമ്മുടെ വാക്കുകൾ അങ്ങനെയാണ്. കായ്ഖ, ഗായിഖ, ങ എന്ന് പറയുമ്പോൾ കാ ഖരം, അതിൻ്റെ അധിഖരമാണ് ഇഖ എന്ന് പറയുന്നത്. അതിൻ്റെ ഖരം, അധിഖരം, മൃദു, ഗ. അതിൻ്റെ കടുപ്പിച്ച ഭാഗമാണ് ഇഖ എന്ന് പറയുന്നത്. അത് മൂക്കിക്കൂടെ പറയുമ്പോഴാണ് ങായാകുന്നത്. ഇതൊക്കെ ബേസിക് മലയാളമാണ്.
ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഈ ഈ കായിക ഗായിക ങാ പോലും നമ്മുടെ മലയാളികൾക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അതുപോലെ ചായ്ച്ച ജായ്ജാഞ്ഞ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന് തോന്നരുത്. പക്ഷേ യേശുദാസ് പറയുമ്പോൾ പറയും 2 ഘോഷം ഒരുമിച്ച് കൊണ്ടുവരുന്നത്, ഒരു ഇഖായും ഒരു ഇജ്ജായും കൂടെ കൊണ്ടുവന്നാൽ ആർക്കും പാടാൻ പറ്റത്തില്ല, യേശുദാസിനും പാടാൻ പറ്റുകയില്ല. ആ സ്ഫുടതയുടെ ആ ഒരു പശ്ചാത്തലം ഞാൻ ഓർപ്പിക്കുക. നമ്മൾ ചൊല്ലുന്നത് ഈണം അല്പം കുറഞ്ഞാലും വാക്കുകൾ തെറ്റിക്കരുത്, പദങ്ങൾ തെറ്റിക്കരുത്, അത് മിസ്പ്ലേസ്ഡ് ആയി പോകരുത്. അപ്പോൾ അർത്ഥങ്ങൾ ഒത്തിരി മാറും. അതുകൊണ്ട് നിങ്ങൾ വലിയ പാട്ടുകാർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ആ പാട്ടിനോടൊപ്പം തന്നെ പാട്ടിൻ്റെ സ്ഫുടത, അതിൻ്റെ ആത്മാവ് ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് പാടാൻ ശ്രമിക്കുക. ഒത്തിരി ഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് സംഗീതാത്മകമാണ് നമ്മുടെ പാട്ടുകൾ. നമ്മുടെ ആരാധന മുഴുവൻ മാലാഖമാരുടെ സംഗീതമാണ്. ഇത് തർജ്ജിമ ചെയ്തിരിക്കുന്നത് പോലും വളരെ പരിശുദ്ധിയോടുകൂടി ത്യാഗത്തോടുകൂടി തർജ്ജിമ ചെയ്തതാണ്. ഒരു സഭാകവി CP ചാണ്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ പല പാട്ടുകൾ, പരമോന്നതമാം പദമരും പരനാം ദേവ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സോങ്ങാണ്, മാസ്റ്റർ പീസാണ്. അതുപോലൊന്നും ആർക്കും എഴുതാൻ പറ്റത്തില്ല. അതുപോലെ ഒത്തിരി പാട്ടുകൾ, അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. അങ്ങനെ പരിശുദ്ധന്മാരെഴുതിയ പാട്ടുകൾ അതേ രീതിയിൽ തർജ്ജിമ ചെയ്ത പാട്ടുകളാണ്. ഒരു പാട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ, മഹാപണ്ഡിതൻ തർജ്ജിമ ചെയ്തൊരു പാട്ടുണ്ട് വിശുദ്ധ കുർബാനയിൽ. പറയാമോ? ഏറ്റവും മഹാപണ്ഡിതനായൊരു മനുഷ്യൻ തർജ്ജിമ ചെയ്ത ഒരു പാട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. വെളിവ് നിറഞ്ഞൊരു ഈശോ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി, ഐതിഹ്യമാല എഴുതിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ആ പാട്ട് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. എനിക്ക് സങ്കടം തോന്നും. മാർത്തോമാ സഭയുടെ കുർബാനയിൽ ചെല്ലുമ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ പാട്ട്, അതിൻ്റെ തലയും വാലും എല്ലാം വെട്ടിമുറിച്ച് വെളിച്ചം നൽകും കർത്താവേ എന്നൊക്കെ പാടുമ്പോൾ സങ്കടം തോന്നും. അതൊരു കവിതയാണ്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കവിതയായിരുന്നു അത്. നവീകരണത്തിൻ്റെ പേരിലാണെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ആ കവിതയെ വികൃതമാക്കി കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ചൊല്ലുന്ന പലതും അതിൻ്റെ കാവ്യഭംഗി, ഋജുമതികൾ, അല്ലേ, എത്ര നല്ലൊരു പാട്ടാണ്. അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേർബുദ്ധിയുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിച്ചു. ഇതുപോലൊരു കവിത എഴുതണമെങ്കിൽ കവിഹൃദയമുള്ള ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ അപ്രേമിനെ പോലെയുള്ളവരെ. മുമ്പേ കൂക്കോയെക്കുറിച്ച് ചോദിച്ചു. കൂക്കോയെ എന്താ സാധനം? കൂക്കോയോ സാധനമാണോ? ഒരാളുടെ പേരാണ്, ഒരു ഷമ്മാസിൻ്റെ പേരാണ് സൈമൺ കൂക്കോയോ. സൈമൺ കൂക്കോയോ അദ്ദേഹം പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ജോലി. പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും അദ്ദേഹം എന്തു ചെയ്യും? പാട്ട് പാടിക്കൊണ്ടിരിക്കും. നല്ല നല്ല കവിതകൾ എഴുതും, നല്ല നല്ല ഗാനങ്ങളുണ്ടാക്കും. അപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടുകൾക്ക് കൂക്കോയോ എന്ന് മേളിൽ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പേര് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ മോഡലിലുള്ളതിന് കൂക്കോയോ മട്ടിലെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിലൂടെ നിങ്ങൾക്കറിയണം. നമ്മുടെ ആരാധനാഗീതത്തിൻ്റെ പൈതൃകത്തിൽ ഒന്ന് മാർ അപ്രയമാണ് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിരിക്കുന്നത്. മാർ ബാലായി, മാർ യാക്കോബ്, കൂക്കോയോ. ആ പൈതൃകം കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോഴത്തെ സിനിമാ പാട്ടുകാർ തട്ടിക്കൂട്ടുന്ന പോലെ പാട്ടുകളല്ല. മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് ഭക്തിയിൽ, ആത്മാവിൽ, എന്താണ്, ആത്മാവിന് തീ പിടിച്ചപ്പോൾ, അന്തരാത്മാവിന് തീ പിടിച്ചപ്പോൾ, ധ്യാനത്തിന് തീ പിടിച്ചപ്പോൾ പുറത്തേക്കൊഴിയ ഗീതങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത്. വെളിവ് നിറഞ്ഞൊരു ഈശോ നിങ്ങൾ മറ്റ് സഭക്കാർ ചൊല്ലുന്നത് നിങ്ങൾ നോക്കണം. എത്ര വികൃതമാണ്. വെളിവ് നിറഞ്ഞ ഈശോ എന്നുള്ള പാട്ട് ഒരു ക്ലാസിക്കൽ സോങ്ങാണ്. ഞാൻ ചില മറ്റ് സഭക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ആരാധനയിലെ ഒരു ഗീതം നോക്കാതെ ചൊല്ലാമോ? അവർക്കാർക്കും പറ്റുന്നില്ല. കാരണം അത് ടച്ചിങ് അല്ല. കൊച്ചുകുഞ്ഞു ഉദ്ദേശി എഴുതിയത് ചിലപ്പം ചെയ്യുമായിരിക്കും, ആ പാട്ട് പാടാമായിരിക്കും. പക്ഷേ ആരാധനയിലെ ഒരു ഗീതം ഒരു മറ്റ് സഭയിലെ പലർക്കും പാടാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ആത്മാവിനോടത് സംവദിച്ചിട്ടില്ല, ആത്മാവുമായിട്ട് ചേർന്നല്ല പോകുന്നത്. പക്ഷേ നമുക്ക് ഭാഗ്യമെന്ന് പറയണം, മഹാഭാഗ്യമെന്ന് പറയണം, എത്രയോ പാട്ടുകൾ, അല്ലേ? അപ്പോൾ ഈ സമഗ്രത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാനങ്ങളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പ്രധാനപ്പെട്ടതാണ്. പിന്നെയുള്ള പങ്കാളിത്തം, നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഈ ശരീരം മാത്രമല്ല, മനസ്സും ആത്മാവും എല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ട്. അത് തന്നെ ശരീരത്തിൻ്റെ തന്നെ ഈ മറ്റ് പ്രോട്ടസ്റ്റൻ്റ് ആരാധനയിൽ മുഴുവൻ ചെവിയാണ് പ്രധാനപ്പെട്ട പങ്ക്, ഇല്ലേ?
ഇപ്പോൾ പിന്നെ ഡാൻസിലൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കണ്ണിനോടൊക്കെ ഒരു രസമുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ ചില പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ആരാധന പഞ്ചേന്ദ്രിയങ്ങൾ. എനിക്കെൻ്റെ പപ്പായെക്കുറിച്ച് അറിയാം. പപ്പ വാർദ്ധക്യമാക്കി കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കാൻ പറ്റുകയില്ല. പപ്പയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരിക്കലും പപ്പായെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പപ്പായേക്കാൾ മുമ്പേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയിട്ടില്ല, പപ്പായയുടെ അത്രയും നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പഴയ തലമുറയുടെ പൈതൃകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ പപ്പായ്ക്ക് അവസാനം ചെവി കേൾക്കുകയില്ല, പക്ഷേ ആരാധനയിൽ മുഴുവൻ പങ്കെടുക്കാം. കാരണം എങ്ങനെയാണ്? നമ്മൾക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, മണക്കാൻ സാധിക്കും, രുചിക്കാൻ സാധിക്കും, സ്പർശിക്കാൻ സാധിക്കും. പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആരാധനയാണ് അത്. വെറുതെ ഒരു നാടകത്തിൻ്റെ പങ്കാളിത്തം പോലെയല്ല, സമഗ്രമായിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ഒരു ആരാധന പൗരസ്ത്യ ആരാധനയുടെ പ്രത്യേകതയാണ്. മനോഹരമായിട്ടുള്ള സ്വർഗീയ ദൃശ്യങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ കണ്ണുകൾ. കുമ്പിടുകയും കയ്യസൂരി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായിട്ട് പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ആത്മശരീര മനസ്സുകൾ പൂർണ്ണമായിട്ട് പങ്കെടുക്കുക. വേറൊരു പ്രത്യേകത, നമ്മുടെ വിശ്വാസം മുഴുവൻ പഠിപ്പിക്കുന്നത് ആരാധനയിൽ കൂടെ. ദിവ്യബോധനവും സെമിനാരി പഠനവും സൺഡേ സ്കൂളും ഒക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ബേസിക്കായിട്ട് നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്നത് ആരാധനയിൽ കൂടിയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ് എന്താണ്? ട്രിനിറ്റിയാണ്. ട്രിനിറ്റി ഇൻ യൂണിറ്റി, യൂണിറ്റി ഇൻ ട്രിനിറ്റി. ത്രിത്വ വിശ്വാസം പഠിപ്പിക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. മോഡൽ പ്രെയറാണ്. ഈ മോഡൽ പ്രെയർ ശ്രദ്ധിച്ചോണം. അവിടെ എങ്ങും ഞാൻ എന്നൊരു പദമില്ല. ഉണ്ടോ? എൻ്റെ, എനിക്ക്. ഇപ്പോൾ എല്ലാവരും ഐ സ്പെഷ്യലിസ്റ്റുകളാണ്. ഏതാണ് ഐ? എൻ്റെ കാര്യം, എൻ്റെ പ്രശ്നം, എൻ്റെ രോഗം, എൻ്റെ ക്ഷീണം, എൻ്റെ അസ്വസ്ഥത, ഇതിനു വേണ്ടി ആരാധനയ്ക്ക് പോകുന്നത്. പക്ഷേ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ഐ എന്നൊരു പദമില്ല. പകരം എങ്ങനെയാണ്? വി, അവർ ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക്, ഞങ്ങൾ എന്നേ ഉള്ളൂ പ്രാർത്ഥനയിൽ. അപ്പോൾ ഒരു മോഡൽ പ്രെയറാണ്. പിന്നെ വിശുദ്ധ കന്യാമറിയാമിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? വിശ്വാസം എന്താണ്? മെരിയോളജി എന്ന് പറയും. അത് പഠിക്കണമെങ്കിൽ ഏത് ചൊല്ലിയാൽ മതി? കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ മതി. അതിൽ കൂടി മെരിയോളജി പഠിപ്പിക്കുന്നുണ്ട്. വാങ്ങിപ്പോയവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അത് പഠിപ്പിക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധനമാണ്, ദിവ്യബോധനമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മുഴുവനുള്ളത്. ഇനി പെന്തിക്കോസ്ത് ശുശ്രൂഷ നിങ്ങളൊന്ന് പങ്കെടുക്കണം. ഒന്ന് ക്ഷമയോടെ പങ്കെടുക്കാമെങ്കിൽ ത്രിത്വ വിശ്വാസത്തിൻ്റെ ഒരംശം നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയുള്ള വായനയും അവിടുത്തെ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ. അതുകൊണ്ട് ആരാധന ക്രമീകരിച്ചിരിക്കുന്ന പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് അതിനൊരു ടീച്ചിങ് പർപ്പസുണ്ട്, ഒരു ബോധന ദൗത്യമുണ്ട്. അത് എപ്പോഴും നിങ്ങൾ ഓർക്കണം. അപ്പോൾ നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോഴും ഒക്കെ ഈ ബോധന ദൗത്യമുണ്ട്. ഭാഗങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ ഒക്കെ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു ദൗത്യബോധം നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകണം എന്നോർപ്പിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ ആരാധനയുടെ പ്രത്യേകത, ഇതിൽ മുഴുവൻ വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ്. ചിലർ നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്, ഇത് വേദപുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ചലഞ്ച് ചെയ്യാം, വേദപുസ്തകത്തിലില്ലാത്ത എന്താ ഇവിടെ ഉള്ളത്? ഇപ്പോൾ ധൂപാർപ്പണത്തെക്കുറിച്ച് ഈ കോട്ടയം സെമിനാരിയിലെ KM ജോർജ് അച്ഛൻ പറഞ്ഞൊരു സംഭവം ഞാൻ പലയിടത്തും പറയുന്നൊരു സംഭവമാണ്. അത് അച്ഛന് വിയന്നയിലായിരുന്നപ്പോൾ വിദേശത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഒരു ചെറിയ ചാപ്പൽ കുർബാന അർപ്പിച്ചു. ഫോറിനേഴ്സാണ് മുഴുവൻ വരുന്നത്. ഒരു ദിവസം കുർബാന അർപ്പിച്ചിട്ട് അച്ഛൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് അച്ഛൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. അച്ഛാ, എന്തൊരു ബുദ്ധിമുട്ടാണ്, ഈ പുകയില്ല, ഈ ധൂവമൊക്കെ അടിച്ചിട്ടാണ്, മുന്തിരിക്കത്തിൻ്റെ മണം അടിച്ചിട്ടാണ് എനിക്ക് തലവേദന പിടിച്ചു. അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഹെൽപ്ലെസ്സാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല. നമ്മുടെ സഭയുടെ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും 3 ഉരകല്ലുകളുണ്ട്. നിങ്ങൾക്ക് പറയാമോ ഏതൊക്കെയാണ്? നിങ്ങൾ എന്ത് ചെയ്യുന്നതിനും 3 ഉരകല്ലിൽ ടെസ്റ്റ് ചെയ്ത ടച്ച് സ്റ്റോൺസായിട്ട് ഉപയോഗിച്ച 3 ഉരകല്ലിൽ
പരിശോധിച്ചതാണ് നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും. ഒന്നാമത്തെ ഉരകല്ല് എന്താണ്? അത് വേദപുസ്തകത്തിലുണ്ടായിരിക്കും. രണ്ടാമത്തെ ഉരകല്ല് എന്താണ്? അത് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരിക്കും. മൂന്നാമത്തെ ഉരകല്ല് എന്താണ്? അതിനൊരു പ്രായോഗികത ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ഇതിലും ഈ ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം അതിപ്പോൾ നിലനിൽക്കുന്നെങ്കിൽ ഈ 3 ഘടകങ്ങളും അവിടെ സമഞ്ജസമായിട്ട് ചേർന്നിരിക്കും. അതിൻ്റെ ബൈബിൾ ബേസ് ഉണ്ട്. മറ്റൊന്ന്, അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകളായിട്ട് പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. മൂന്നാമത്, അതിന് ഒരു പ്രായോഗികതയുണ്ട്. ഏതായാലും കെ എം ജോർജൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും. അതങ്ങനെ നടന്നുപോയി. അച്ഛനും അല്പം പ്രയാസം തോന്നി. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയാനിടയായല്ലോ. ഏതായാലും കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ട് വീണ്ടും കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ് ഈസ് റിയലി അമേസിങ്, എന്തൊരു അത്ഭുതമായിരിക്കുന്നു. ഞാനൊരു ചെറിയ തലവേദനയുമായിട്ടാണ് ഈ ചാപ്പലിൽ വന്നത്. ഈ കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ അടിച്ചിട്ടായിരിക്കാം എൻ്റെ തലവേദന അങ്ങ് പോയി. ഒരിടത്തൊരാൾ പറഞ്ഞത് തലവേദന ഉണ്ടായി എന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞത് എൻ്റെ തലവേദന അപ്രത്യക്ഷമായി. അപ്പോൾ അച്ഛൻ ഒരു ആത്മകഥം പറയുന്നുണ്ട്. സോളിലോക്കി എന്ന് പറയും, ആത്മകഥം. അച്ഛൻ പറയുകയാണ്, ഇൻസെൻസ് ഈസ് ഇൻസെൻസ് ടു വൺ, മേ ബി നോൺ സെൻസ് ടു അനദർ. സുഗന്ധധൂപം ഒരാൾക്ക് സുഗന്ധധൂപമാകാം, മറ്റൊരാൾക്ക് അസംബന്ധമാകാം. അപ്പോൾ മറ്റുള്ളവരെ ഒന്നും നമുക്ക് വിധിക്കണ്ട കേട്ടോ. മറ്റുള്ളവർ നമ്മുടെ പ്രതീകങ്ങൾ ഉൾക്കൊള്ളാൻ വയ്യാത്തവരെ ഒന്നും നമ്മൾ വിധിക്കണ്ട. പക്ഷേ ഈ സുഗന്ധധൂപത്തെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ നോഹ ബലിപീഠം പണിത് യാഗമർപ്പിച്ചു. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. 20-ാം വാക്യം, നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവിലും എടുത്ത് ഹോമയാഗം അർപ്പിച്ചു. 21-ാം വാക്യമാണ് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ടത്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. ഭൂമിയെ ശപിച്ച ദൈവത്തിൻ്റെ ശാപം മാറ്റിയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ദൈവം മൂക്കുകൊണ്ട് ഈ സുഗന്ധധൂപത്തിൻ്റെ മണം മണത്തു എന്നാണ് പറയുന്നത്. ആക്ഷരികമായിട്ട് എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏതായാലും ഈ സുഗന്ധധൂപത്തിന് വേദപുസ്തകത്തിലെ ആദ്യത്തെ റഫറൻസ് ഇതാ. വെളിപാട് പുസ്തകത്തിലുണ്ട്, തുടക്കവും അവസാനവുമുണ്ട്. അപ്പോൾ ബൈബിൾ ബേസ്ഡാണ്. നമ്മുടെ ഏത് പ്രാർത്ഥനയും ഏത് അനുഷ്ഠാനവും വേദപുസ്തക അടിസ്ഥാനമായിട്ടാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മുഴുവൻ വേദപുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. നോട്ട് ലിമിറ്റഡ് ബൈ ബൈബിൾ. ചില പറയുന്ന ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് പാടില്ലെന്നല്ല. വേദപുസ്തക ബേസ് ആയിരിക്കണം, ബേസ്ഡ് ഓൺ ബൈബിൾ, നോട്ട് ലിമിറ്റഡ് ബൈ ബൈബിൾ. സഭയ്ക്ക് വേണ്ടിയാണ് വേദപുസ്തകം ഉണ്ടായത്. സഭയാ വേദപുസ്തകം എഴുതിയത്. സഭയ്ക്ക് വേണ്ടി സഭ വിരചിച്ചതാണ് ദൈവവചനം ഈ പുസ്തക രൂപത്തിലായത്. ദൈവത്തിൻ്റെ വചനത്തിൽ ആർക്കും തൊടാൻ പറ്റുകയില്ല. അതുകൊണ്ട് സഭയെക്കുറിച്ചും വേദപുസ്തകത്തെക്കുറിച്ചും കാഴ്ചപ്പാട് ശക്തമാകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈ വേദപുസ്തക ഭാഗങ്ങൾ സമൃദ്ധമായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ ഓർപ്പിച്ചത്, ഈ ബേസ്, ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം. നിങ്ങളെയൊക്കെ ജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മദ്ബഹായിൽ കയറിയ ദിവസം മുതൽ മുമ്പേ അച്ഛൻ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ നീക്കം മദ്ബഹായിൽ മാത്രമല്ല, എല്ലായിടത്തും വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ആരും കാണുന്നില്ല, അറിയുന്നില്ലെന്താ. ഈയിടെ ഇരിങ്ങാലക്കുടക്കാരൻ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇരിങ്ങാലക്കുട ഇന്നസെൻറ്റിൻ്റെ സ്ഥലമാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഇന്നസെൻറ്റ്, പാവം ഇന്നസെൻറ്റാണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ. അദ്ദേഹം ഇരിങ്ങാലക്കുട വരുമ്പോഴെന്നും ഞങ്ങളുടെ ഗ്രാമത്തിൽ വരും. 5 കിലോമീറ്റർ മാറിയ കാറേ വരും. എന്തിനാണെന്നറിയാമോ? കള്ളു കുടിക്കാൻ. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ആരും അറിയത്തില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് കാറ് വിടുമ്പോൾ മുതലേ ജനം പറയും, ഇന്നസെൻ്റ് കള്ളു കുടിക്കാൻ പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴും ഇന്നോച്ചൻ തിരിച്ചു പോയിട്ടുണ്ട് എന്ന് ആ പ്രദേശത്തുകാർ മുഴുവൻ പറയും. അദ്ദേഹത്തിന് ഈയിടെയാണ് മനസ്സിലായത് എന്നെ എല്ലാവരും അറിയുമെന്നുള്ളത്. ഇന്നസെൻറ്റിൻ്റെ ഇന്നസെൻസിനെ ഞാൻ ചെറുതാക്കി പറയുകയല്ല, നമ്മളെയൊക്കെ എല്ലാവരും അറിയും. പ്രത്യേകിച്ച് മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ ഒരിക്കലും എതിർത്ത് പറയരുത്. കാരണം നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയുള്ള മരത്തേലാണ്
മാങ്ങ ഉള്ള സമയത്ത് മാവ് എറിയുമില്ലേ? മാങ്ങ കിട്ടണമെന്ന് വിചാരിച്ചാൽ ഫലമുള്ള മരത്തിലെ ആളുകൾ എന്തെങ്കിലുമൊക്കെ എറിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നന്മയുണ്ടായിട്ടാണ് നിങ്ങളെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ ഫലം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതിനാണ് എന്നൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാവരും അറിയും ആ ഒരു ചിന്ത. മറ്റൊരു പരാതി എനിക്ക് മദ്ബഹാ ശുശ്രൂഷകരെക്കുറിച്ചുള്ളത്, ഇവർ മദ്ബഹായിൽ വെച്ച് വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്യും. പക്ഷേ താഴെ വരുമ്പോൾ അവരുടെ പുസ്തകവുമില്ല, ചൊല്ലലുമില്ല. പാണ്ടങ്കരി പള്ളി മാത്രമല്ല, മറ്റ് പലയിടത്തും കണ്ടുവരുന്നൊരു ദുസ്ഥിതിയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഞാനെപ്പോഴും ഓർക്കുന്ന മറുരൂപമലയിലെ പ്രശ്നമാണ്. ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ് പത്രോസുമൊക്കെ ശാഠ്യം പിടിച്ച് ആ തേജസ്കരണത്തിലൊക്കെ ആയിരുന്നിട്ട് താഴേക്ക് വന്നിട്ട് ശിഷ്യന്മാർ പറഞ്ഞ് ഭൂതം പിടിച്ചവനെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ പരാജയപ്പെട്ടു. ഇത് സംഭവിക്കരുത്. തേജസ്കരണത്തിൻ്റെ അനുഭവത്തിൽ പങ്കെടുത്തവർക്ക് തീർച്ചയായിട്ടും പ്രാകാരം താഴ്വാരമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും നിങ്ങളുടെ തേജസ് പ്രോജ്വലിപ്പിക്കുവാൻ സാധിക്കണമെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. എവിടെയായിരുന്നാലും, ക്ലാസ്സിലായിരുന്നാലും, തൊഴിൽശാലയിലാണെങ്കിലും, ഗവേഷണശാലയിലാണെങ്കിലും, കൃഷിഭൂമിയിലാണെങ്കിലും, പള്ളിയിൽ താഴെ നിൽക്കുകയാണെങ്കിലും പുസ്തകം ഉപയോഗിക്കുവാനും പാടുവാനും ചൊല്ലുവാനും വായിക്കുവാനും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുക. വേദപുസ്തകം നിരന്തരം വായിക്കണം. ചിലപ്പോഴൊക്കെ വായിക്കുന്ന കേട്ടിട്ട് സങ്കടം തോന്നാറുണ്ട്. പദങ്ങളൊക്കെ തെറ്റിച്ചാണ് പറയുന്നത്, വായിക്കുന്ന ഭാഗം പോലും തെറ്റിച്ചാണ് പറയുന്നത്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ആരാധനയുടെ ആ ഒരു മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുന്ന അനുഭവം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഹോംവർക്ക് ചെയ്യണം. ഞങ്ങൾ അധ്യാപകരൊക്കെ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഭംഗിയായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ക്ലാസ്സിലൊക്കെ വരുന്നത് ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഈ വേദവായന കുറിപ്പ് നിങ്ങളുടെ ഉണ്ടല്ലോ, നിങ്ങൾ തെക്കുവശത്ത് വായിക്കുന്നതും വടക്കുവശത്ത് വായിക്കുന്നതും വീട്ടിലിരുന്ന് ഒരു 3-4 പ്രാവശ്യം വായിച്ചിട്ട് മാതാപിതാക്കളെ ഒന്ന് കേൾപ്പിച്ചിട്ടൊക്കെ ഒന്ന് വരികയാണെങ്കിൽ എത്ര കോൺഫിഡൻസോടുകൂടി എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. പാട്ടൊക്കെ നിങ്ങൾ ഈണത്തിലൊക്കെ പാടുമായിരിക്കും. പക്ഷേ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവവചനമാണ് വായിക്കുന്നത്. അതിന് ഭംഗം വരുത്തരുതെന്നുള്ള ബോധ്യത്തോടു കൂടി വീട്ടിലിരുന്ന് തയ്യാറെടുപ്പോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ സമയം ഏതാണ്ടായിരിക്കുകയാണ്. ക്ലാസ് കഴിയുമ്പോൾ ഞാനെപ്പോഴും 10 മിനിറ്റ് സമയം ചോദ്യങ്ങൾക്കായിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല. ഇവിടെ അച്ഛന്മാരെ കണ്ടുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു സാഹസത്തിന് ഒരുമ്പെടുന്നത്. വലിയ ടെക്നിക്കൽ ചോദ്യമൊന്നും ചോദിക്കരുത്. ഞാനൊരു സാധാരണക്കാരനാണ്. അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യമുള്ളത് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യും. ക്വിസിൽ പാസ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അച്ഛന്മാർക്ക് പാസ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം ചോദിക്കാം. ഈ ക്ലാസ്സിൻ്റെ ബേസിൽ നിങ്ങൾ ഈ 45-50 മിനിറ്റ് കേട്ടതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും ഓക്കെ. ചോദ്യം ഒരു ഫിസിക്സ് അധ്യാപകനായിട്ട് ചോദിച്ചതാണ്. അവർ നമ്മുടെ വിശുദ്ധന്മാരുടെ ചുറ്റും ഒരു പ്രഭാവലയം കാണാറുണ്ട്. അത് നമ്മൾ ഹാലോ അല്ലേ, അത് കൃത്രിമമായിട്ട് വരച്ചതാണോ അതോ അങ്ങനെ ഉള്ളതാണോ? ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് ഇപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഗ്രഫി ഉണ്ടെന്നാണ് പറയുന്നത്. വിശുദ്ധന്മാരുടെ ഓരോരുത്തരുടെയും ഫോട്ടോയിൽ അവരുടെ വിശുദ്ധിക്കനുസരിച്ച് ഒരു ഹാലോ ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പണ്ട് മനസ്സിലാകില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴ് പലരുടെയും പലതിനെക്കുറിച്ച് പല കാര്യങ്ങളും ശാസ്ത്രത്തിന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അംഗീകരിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാലോ, വേദപുസ്തകം ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതിന് ശേഷം വലിയൊരു സംഭവം ഉണ്ടായി. ഈ ഡേറ്റിംഗ് ബാക്കിലേക്ക് പോകുമ്പോൾ കാലഗണന കലണ്ടർ പുറകിലോട്ടുണ്ടാക്കുന്ന സമയത്ത് അവർ പുറകിലേക്ക് പോകുന്ന സമയത്ത് 1-2 സ്ഥലത്ത് വന്നിട്ട് സ്റ്റക്കായി കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന്. എല്ലാവരും നോക്കിയിട്ട് കമ്പ്യൂട്ടറിന് പ്രശ്നമൊന്നുമില്ല. എവിടെയാണ് പ്രശ്നം പറ്റിയത്? 24 മണിക്കൂർ വെച്ച് ദിവസങ്ങൾ പുറകോട്ട് കയറ്റി 2 സ്ഥലത്ത് വന്നപ്പോൾ സ്റ്റക്കായി. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചതാണ്, അതായിരിക്കാം യോശുവയുടെ കാലത്ത് സൂര്യനെ കുറച്ച് സമയം നിർത്തിയതായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തു. ശരിയാണെന്നാണ് പറയുന്നത്. 2 സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ചലനത്തിന് സംക്രമണത്തിന് വ്യത്യാസമുണ്ടായ സമയങ്ങൾ. ഇപ്പോൾ ശാസ്ത്രം പുതുതായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും വേദപുസ്തകത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യം.